ഏറെ പ്രശസ്തമായ ഒരു തലപ്പൊക്ക മത്സരമാണ് ചെറായി ആനകൾ തലപ്പൊക്ക സ്വയം മത്സരം. തലപൊക്കി നിൽക്കണമെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. 2001 വടക്കിനുവേണ്ടി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇറങ്ങി. തെക്കുകാർ ആരെയാണ് കൊണ്ടുവരുന്നതെന്നറിഞ്ഞവർക്ക് മുൻപിൽ ഒറ്റനിലവിന്റെ തമ്പുരാൻ കർണനും വന്നു. കർണനെ കണ്ടവർ ആദ്യം തന്നെ വിചാരിച്ചു, ഇവൻ എന്തു ചെയ്യാൻ, ഇത്രയും ചെറിയ കൊമ്പൻ. എന്നാൽ ആരും ഓർത്തിരുന്നില്ല വലിയൊരു സുനാമിക്ക് മുമ്പുള്ള ഒരു ചെറിയ ശാന്തത മാത്രമായിരുന്നു അതെന്ന്. എല്ലാവരും രാമനു വേണ്ടി ആർപ്പു വിളിച്ചു. രാമനാണ് രാജാവ്. അതെ, രാമൻ തന്നെ. എന്നാൽ കർണൻ രാമന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. എല്ലാവരും അവരവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുന്നു. ആരും മറ്റാനകളെ ശ്രദ്ധിക്കുന്നില്ല. കാരണം അവർ തമ്മിലായിരുന്നു മത്സരം. നേരത്തെ കർണനെ കണ്ട രാമന്റെ പാപ്പാൻ മണിയേട്ടന് മനസ്സിലായി കർണൻ നിസ്സാരക്കാരനല്ല എന്ന്. അതിനു മുൻപും ശേഷവും ഒരുപാട് കൊമ്പന്മാർ തമ്മിൽ മത്സരം ഉണ്ടായിട്ടുണ്ടെങ്കിലും രാമനും കർണനും തമ്മിലായിരുന്നു യഥാർത്ഥ പോരാട്ടം. കൂടെ മറ്റു ഒരുപാട് ആനകൾ ഉണ്ടെങ്കിലും എല്ലാവർക്കും രാമനെയും കർണനെയുമായിരുന്നു വലിയ കാര്യം. രാമന് വേണ്ടി ആർപ്പു വിളിച്ച പലരും അപ്പോഴേക്കും കർണനു വേണ്ടിയും ആർപ്പു വിളിച്ചിരുന്നു. കൊടിപാറിയ മത്സരം. അങ്ങനെ ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ 2001 ചെറായിൽ രാമനെ തോൽപ്പിച്ച് കർണൻ വിജയിച്ചു. 2002 തെക്കിനു വേണ്ടി രാമനും കർണൻ വടക്കിനു വേണ്ടിയും ഇറങ്ങിയപ്പോൾ രാമൻ കഴിഞ്ഞ വർഷത്തെ തോൽവിക്ക് പകരം വീട്ടി 2002 വിജയിച്ചു.